ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷമെത്തി. റസ്മിനോട് ചോദിച്ചു, ലാലേട്ടൻ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ, എന്താണ് ഒന്നില്ലെങ്കിൽ ജയിൽ നോമിനേഷൻ അല്ലെങ്കിൽ യെല്ലോ കാർഡ്, എന്നാൽ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എവിക്ഷനിലേക്ക് ഇടുക, അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് ഞാൻ പറയണേ പുറത്താക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയണ്ടേ. അപ്പോൾ പ്രൊമോ വേണമെന്നേക്കും. പക്ഷെ അതൊന്നും സംഭവിച്ചത് ഇപ്പോൾ എന്താണ് യെല്ലോ കാർഡ് തന്നെ കൊടുത്തത്, എവിക്ഷനിലേക്കാണ് കൊണ്ടുപോയിട്ടത്. ഡയറക്റ്റ് ഈ വീക്കിൽ തന്നെ എവിക്ഷനിലേക്കാണ് പോയിക്കണത്. ശരിക്കും പറഞ്ഞാൽ പുറത്താക്കേണ്ട കേസാണ് ശരിക്കും പറയുന്നത്. എന്നുവെച്ചാൽ ഈ ഗെയിമാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഒരാളെ ഫിസിക്കലി ചെയ്യണത് ഒരിക്കലും നല്ല കാര്യമല്ല. ഗെയിമിൽ പറഞ്ഞ കാര്യമല്ല. നമുക്ക് അവരപ്പോൾ പ്രൊവോക്ക് ചെയ്യുക, തിരിച്ച് പ്രൊവോക്ക് ചെയ്യുക, അതൊക്കെ ഒരു ഗെയിമാണ്. പക്ഷെ അത് ഫിസിക്കൽ ടാസ്ക്കായിട്ട് വന്നാൽ ഇപ്പോൾ റോക്കി ചെയ്ത് എത്ര പേര് റിയാസും റോബിനുണ്ടായ പ്രശ്നം. അല്ലെങ്കിൽ ഈ അടുത്തൊന്നും എന്താണ് ജിൻഡോനെ ജാസ്മിനെ അടിച്ച്, എന്നിട്ട് അതും പോലെ വലിയ സംഭവമാക്കാണ്ട് ശിക്ഷ കൊടുക്കാണ്ട് യെല്ലോ കാർഡ് കൊടുക്കാണ്ട് പക്ഷേ അത് ജിൻഡോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇതിലും ജാസ്മിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടും റസ്മിന് അത് കൊടുത്ത് പണിഷ്മെൻറ്റ് കൊടുത്ത് എനിക്കതൊട്ടും ശരിയായി തോന്നിയില്ല. പക്ഷേ എവിക്ഷനിൽ വിടണ്ടേ, എന്താണ് ഡയറക്റ്റ് സ്പോട്ട് എവിക്ഷൻ ആക്കണ്ടേണ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇതിൽ അത്രയൊക്കെ കഴുത്തിൽ കയറി പിടിക്കലെന്ന് പറഞ്ഞത് ഒരിക്കലും ശരി ചെയ്യാൻ പാടില്ലല്ലോ. എന്താണ് റോബിന് റിയാസിനൊന്ന് തള്ളിയപ്പോൾ തന്നെ അവരെ സ്പോട്ട് എവിക്ഷനിലേക്ക് പറഞ്ഞു വിട്ട്. അപ്പോൾ ഈ കൊങ്ങൊക്കെ പിടിച്ചവരൊക്കെ എന്തിനാണ് ആലോചിക്കുന്നത്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഈ കൊടുത്ത ശിക്ഷയിൽ? അത് നിങ്ങൾ കമൻ്റായി പറയൂ.